നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ജില്ലയിൽ 2839 പോളിംഗ് ബൂത്തുകൾ. തൃശൂരിൽ കിറ്റ് വിവാദം. അഞ്ചേരിച്ചിറയിലെ അച്ചാർ കപ്പലിൽ വിതരണത്തിനായി തയ്യാറാക്കിയ 700ഓളം കിറ്റുകൾ LDF പ്രവർത്തകർ പിടികൂടി. തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് നീങ്ങുന്നു. പറമേക്കാവ് വിഭാഗമൊരുക്കുന്ന മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് നടന്നു. തൃശൂരിന്റെ ആത്മീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. വിടവാങ്ങിയത് രക്തദാനം ജനകീയമാക്കിയ വൈദികൻ. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായി ചുമതലയേറ്റത്. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നടക്കും. ജില്ലയിൽ 2839 പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ. പോളിംഗ് സാമഗ്രികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. തൃശൂർ, ഒല്ലൂർ, വടക്കാഞ്ചേരി, നാട്ടിക മണ്ഡലങ്ങളിലേക്കുള്ള വിതരണം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നടന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പുതുക്കാട്, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലേക്കും മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കയ്പമംഗലത്തേക്കും വിതരണം നടന്നു. P. ഭാസ്കരൻ മെമ്മോറിയൽ സ്കൂളായിരുന്നു കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രം. ചാലക്കുടി കാർമൽ കോളേജ്, മണലൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ, ഗുരുവായൂർ MRRM സ്കൂൾ ചാവക്കാട്, കുന്നംകുളം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂൾ എന്നിവയായിരുന്നു മറ്റ് വിതരണ കേന്ദ്രങ്ങൾ. 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ജില്ലയിൽ 25,32,715 വോട്ടർമാരാണ് ആകെയുള്ളത്. 12,28,118 പേർ പുരുഷന്മാരാണ്. 13,04,580 സ്ത്രീ വോട്ടർമാരും പട്ടികയിലുണ്ട്. 17 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നു. 10 പേർ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. ഏറ്റവും കുറവ് നാട്ടികയിലാണ്. 3 പേരാണ് ഇവിടെ ജനവിധി തേടുന്നത്. മൊത്തം 13 മണ്ഡലങ്ങളിലായി 77 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 1321 കേന്ദ്രങ്ങളിലായി 2839 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 13,628 പോളിംഗ് ഉദ്യോഗസ്ഥർ നടപടികൾ നിയന്ത്രിക്കും. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റ് മെഷീനുകളുടെയും കമ്മീഷനിംഗ് നേരത്തെ പൂർത്തിയായിരുന്നു. ഇവ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയും നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് അനുവദിച്ചു. ജില്ലയിൽ ക്രമസമാധാന പാലനത്തിനായി 7500 പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ കേന്ദ്ര സായുധ സേനയും വിന്യസിച്ചു. 81 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പൊതുനിരീക്ഷകന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 61 മൈക്രോ ഒബ്സർവർമാരെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് നടപടികളും വെബ്കാസ്റ്റിംഗ് മുഖേന തത്സമയം നിരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് TCV. തൃശൂരിൽ BJPക്കെതിരെ വീണ്ടും കിറ്റ് വിവാദം. അഞ്ചേരിച്ചിറ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ മാവേലി നാച്ചുറൽ എക്സ്ട്രാക്ട്സ് എന്ന അച്ചാർ കമ്പനി കേന്ദ്രീകരിച്ചാണ് 700-ൽ പരം കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തത്. ഇതറിഞ്ഞ LDF പ്രവർത്തകർ വിതരണം തടഞ്ഞു. തുടർന്ന് പോലീസും തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അബിൻസ് വർക്കിയുടെ സഹോദരൻ അനീഷിന്റേതാണ് സ്ഥാപനം. തയ്യാറാക്കിയ കിറ്റുകൾ പലതവണ ടെമ്പോ ട്രാവലറിൽ സമീപത്തെ പത്തനാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിതരണം നടത്തിയെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. സംഭവം അറിഞ്ഞ മുൻ മന്ത്രി VS സുനിൽകുമാർ, CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തെത്തി. ജനാധിപത്യത്തെ കിറ്റും പണവും മറ്റും നൽകി അട്ടിമറിച്ച് കൃത്രിമ വിജയം നേടാനാണ് BJPയുടെ ശ്രമമെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. ഇതിനെതിരായ നിരന്തരം പരാതി നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ശക്തമല്ലാത്തതാണ് ഇത് ആവർത്തിക്കപ്പെടാൻ കാരണം. ഇതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിന് മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. 1 അല്ല 2 അല്ല 3 അല്ല ഇനിയും ഇത് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ തടയും. പക്ഷേ ഞങ്ങളല്ല തടയേണ്ടത്. തടഞ്ഞ സംഘർഷം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാതെ ഇത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം. പോലീസും എല്ലാ സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷന് കീഴിലാണ്, ഗവൺമെൻറ് കീഴിലല്ല. അപ്പോൾ പോലീസിനെ കൊണ്ടും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വ്യാപകമായ റെയ്ഡ് നടത്തി പോലീസ് ഇതിനകത്ത് നടപടി സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ, പോലീസല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ടത്. പോലീസ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്ന് കരുതിയിട്ട് പോലീസൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. പോലീസ് പൂർണ്ണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണ്. ഇലക്ഷൻ കമ്മീഷനാണ് നടപടി എടുക്കേണ്ടത്.
ഞങ്ങളിങ്ങനെ ഇറങ്ങി സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇലക്ഷൻ സുഗമമായി നടക്കണമെന്നും ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സമാധാനപരമായി കാര്യങ്ങൾ നടക്കട്ടെ. അത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തേണ്ട ഉത്തരവാദിത്തം ആരെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്ന് തടയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഞങ്ങളുടെ പ്രവർത്തകർ വരുമ്പോൾ അപ്പുറത്തുള്ള ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്നലെ പെരിങ്ങോട്ടിൻ്റെ ഭാഗത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവിടെ പ്രാദേശികമായി സംഘർഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവാണ്. ഇപ്പോൾ പിന്നെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്ന ആൾ പോയി പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സംഘർഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത് നടക്കില്ല ഈ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ എന്നൊരു തോന്നൽ എന്തുകൊണ്ട് BJPക്ക് ഉണ്ടാവുന്നില്ല? അതിനർത്ഥം ഞങ്ങൾക്കിത് പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടി ഇതിൽ പങ്കുണ്ടെന്നത്. തൃശൂർ പൂരാവേശത്തിലേക്ക് നീങ്ങുന്നു. പൂരനഗരിക്ക് മിഴിവേകാൻ പാറമേക്ക വിഭാഗം ഒരുക്കുന്ന മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് നടന്നു. ഭൂമി പൂജയോടെയാണ് കാൽനാട്ട് നടത്തിയത്. പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽസിലെ സി ബൈജുവിന്റെ നേതൃത്വത്തിലാണ് പാറമേക്കാവിനായി പന്തൽ ഒരുങ്ങുന്നത്. തുടർച്ചയായ 5ാം വർഷമാണ് ബൈജു പന്തൽ ഒരുക്കുന്നത്. 100 അടി ഉയരത്തിൽ 4 നിലകളിലായി ക്ഷേത്ര മാതൃകയിലാണ് പന്തൽ നിർമ്മിക്കുന്നത്. പന്തലിലെ LED ദീപാലങ്കാരവും ബൈജുവും സംഘവും ഒരുക്കി നൽകും. 30ഓളം തൊഴിലാളികൾ നിർമ്മാണ ജോലികൾക്കുണ്ട്. പന്തൽ കാൽനാട്ട് ചടങ്ങിന് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, വൈസ് പ്രസിഡന്റ് VM ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി PV നന്ദകുമാർ, ദേശക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, UDF സ്ഥാനാർത്ഥി രാജൻ J പല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 26-നാണ് തൃശൂർ പൂരം. TCV തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം പിന്നീട് നടക്കും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടറും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാനുമായിരുന്നു. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1995-ലാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. 50-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജൂബിലി മിഷൻ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വച്ച ഭൗതിക ശരീരത്തിൽ മാർട്ടോണി നീലങ്കാവിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, മോൺസിഞ്ഞോർ ജോസ് കോനക്കിര തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൃശൂരിന്റെ ആത്മീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പുരോഹിത ശ്രേഷ്ഠനെയാണ് ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമാകുന്നത്. ധന്യമായ ആ ജീവിത വഴി അനേകർക്ക് മുന്നിലെ പ്രകാശഗോപുരമായിരുന്നു. എഴുത്തുകാർക്കിടയിലെ വൈദികനും വൈദികർക്കിടയിലെ എഴുത്തുകാരനുമായിരുന്നു ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. പ്രമേഹ രോഗത്തിന്റെ ക്ലേശങ്ങൾക്കിടയിലും അക്ഷരങ്ങളുടെ കൂട്ടുവിടാതെ എഴുത്തുവഴികളിൽ സജീവമായിരുന്നു അദ്ദേഹം. വിവിധ വിഷയങ്ങളിലായി 48 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക നഗരിയുടെ മതേതര മുഖത്തിന് തിളക്കം നൽകിയ വ്യക്തിത്വം. പരിസ്ഥിതി വിഷയങ്ങളിലെ ഉറച്ച നിലപാടുകളും സാമൂഹ്യ പ്രശ്നങ്ങളിലെ നിതാന്ത ജാഗ്രതയും ആലപ്പാട്ടച്ചനെ ശ്രദ്ധേയനാക്കിയിരുന്നു. ആലപ്പാട്ട് ആന്റണിയുടെയും റോസിയുടെയും മകനായി ജനനം. തൃശൂർ സേക്രഡ് ഹാർട്ട് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്
കോളേജിൽ നിന്ന് MBBS ബിരുദം നേടി. തത്വശാസ്ത്ര ദൈവശാസ്ത്ര ബിരുദങ്ങളും സ്വന്തമാക്കി. 1995 വൈദിക പദവിയിൽ അഭിഷിക്തനായി. പാവർട്ടി, ഇരവിമംഗലം, കണ്ണംകുളങ്ങര, ചേറൂർ, കോളങ്ങാട്ടുകര, നെഹ്റു നഗർ എന്നിവിടങ്ങളിൽ ശുശ്രൂഷ നടത്തി. മാനസികാരോഗ്യ ആശുപത്രിക്ക് വേണ്ടി കേരള ഹൈക്കോടതി നിയമിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയിലും തൃശൂർ ജില്ലാ ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ്, കൊരട്ടി ഗവൺമെന്റ് ലെപ്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഉപദേശക സമിതിയിലും അംഗമായിരുന്നു. പൂവിതൽ പൊഴിയുമ്പോൾ എന്ന രക്തദാന ഡോക്യുമെന്ററിയുടെയും TG രവി നായകനായി അഭിനയിച്ച ഓർമ്മകൾക്കപ്പുറം എന്ന ഷോർട്ട് ഫിലിമിന്റെയും സംവിധാനം നിർവഹിച്ചു. ജൂബിലി മിഷൻ സ്ഥാപക ഡയറക്ടർ, തൃശൂർ അതിരൂപത വികാരി ജനറൽ, സാന്ത്വനം ചെയർമാൻ, സത്സംഗ് രക്ഷാധികാരി, കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് TCV. പുതിയ പാതകൾ വെട്ടിത്തുറന്നുള്ള ജീവിതമായിരുന്നു ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റേതെന്ന് തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നിലങ്കാവിൽ. ഡോക്ടറായ ശേഷം വൈദികനായ അപൂർവം ആളുകളിൽ ഒരാളാണ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ഫോറം ആരംഭിച്ചത്. വൈദികനായ ശേഷവും അദ്ദേഹം പുതിയ പാതകൾ വെട്ടിത്തുറന്നതിന്റെ ഉദാഹരണമാണ് തൃശൂരിന്റെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. പാവപ്പെട്ടവരുടെ ആശുപത്രിയായിരുന്ന ജൂബിലി മിഷൻ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതിന് ഡയറക്ടറായിരുന്ന ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും ടോണി നീലങ്കാവിൽ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം സമഗ്രമായിട്ട് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ എപ്പോഴും പുതിയ പാതകൾ വെട്ടിത്തുറന്നിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. നമുക്കറിയാവുന്നതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് അദ്ദേഹം ബ്ലഡ് ഡൊണേഴ്സ് ഫോറം കേരളത്തിൽ സ്ഥാപിച്ചത്. അതിനെ തുടർന്നാണ് അദ്ദേഹം പൗരോഹിത്യ വിളി സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. ചെന്നൈയിലും ട്രിവാൻഡ്രത്തും പിന്നീട് തൃശ്ശൂരും മംഗലപ്പുഴ സെമിനാരി ആലുവയിലുമാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഇതുപോലെ തന്നെ പുതിയ പാതകൾ വെട്ടിത്തുറന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ജൂബിലി മെഡിക്കൽ കോളേജ്. ഒരു പാവപ്പെട്ടവരുടെ ആശുപത്രി എന്ന നിലയിൽ തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും വലിയ ഉപവി പ്രവർത്തനത്തിൻ്റെ മേഖലയാണത്. എന്നാൽ കാലത്തിനനുസൃതമായിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് മുമ്പിൽ നൽകിയ ഒരു ഓഫർ മെഡിക്കൽ കോളേജിലേക്ക് വളരാനുള്ളൊരു സാധ്യത അത് പൂർണ്ണമായിട്ടും അദ്ദേഹം പ്രയോജനപ്പെടുത്തി. ജൂബിലി കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ അരിയും മഞ്ഞൾപ്പൊടിയും പുഷ്പവും നാണയവും സമർപ്പിച്ച് വലിയ തമ്പുരാൻ അധികാരദണ്ഡ് ഏറ്റെടുത്തു. തുടർന്ന് ശൃംഗപുരം ശിവക്ഷേത്രത്തിലും പടാക്കുളം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി. ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ നട തുറന്ന് വലിയ തമ്പുരാൻ ദർശനം നടത്തി. നെയ്ക്കിണ്ടി സമർപ്പിച്ചതോടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് 86-കാരനായ ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായത്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ബൈക്ക് യാത്രക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ കുര്യാപ്പള്ളി അബ്ദുറഹ്മാനെയാണ് ആക്രമിച്ചത്. വലത് കൈക്ക് പരിക്കേറ്റ ഇയാൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ചാപ്പാറ സ്വദേശി നായിഫ് തന്നെ പിന്തുടർന്ന് വെട്ടുകത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് അബ്ദുറഹ്മാൻ പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് നായിഫിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. 2018 പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന് ആരോപിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് MLA-യുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ചാലക്കുടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി പരാതി. LDF ചാലക്കുടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KS അശോകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രചാരണം ഇന്നലെ വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചിരുന്നു. എന്നാൽ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ 100ഓളം പേരുമായി താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണ നടത്തുകയായിരുന്നു. ഇത് ചട്ടലംഘനമാണ്. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ കളക്ടർ എന്നിവർക്ക് നൽകിയിട്ടുണ്ട്. ഇടവേള. വർണ്ണവസ്ത്രത്തെ
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാരോപിച്ചാണ് അസ്ഹർ മജീദിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ അസ്ഹർ മജീദിന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അഭിഭാഷകരായ K ജയചന്ദ്രൻ, M അരവിന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. UDF അധികാരത്തിൽ വന്നാൽ KP വത്സരൻ വധക്കേസിൽ പുനരന്വേഷണം നടത്തുമെന്ന് DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ പറഞ്ഞു. തന്റെ സഹോദരൻ മോഹനനെ കൊലപ്പെടുത്തിയ കേസിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദറിന് പങ്കുണ്ടെന്നും ഗോപപ്രതാപൻ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വത്സലൻ ആക്രമിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടെയാണ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് CPM പ്രവർത്തകർ എത്തിച്ചത്. വത്സലൻ കൊലപാതകത്തിന്റെ ഗുണഭോക്താവാണ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ എന്നും ഗോപപ്രതാപൻ പറഞ്ഞു. UDF നേതാക്കളായ KV ഷാനവാസ്, KP ഉദയൻ, അരവിന്ദൻ പല്ലത്ത്, RV അബ്ദുറഹീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എളനാട് ആലൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. എളനാട് സ്വദേശി നെടിയടത്ത് വീട്ടിൽ പ്രവീൺ പ്രകാശിനാണ് പരിക്ക്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് 2 വാഹനങ്ങളും മറിഞ്ഞു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിലാണ് അപകടം. പുതിയതായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ വരകൾ മാർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന ലോറി ചക്ക കയറ്റി നിർത്തിയിട്ട് പിക്കപ്പ് വാനിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് പരിക്ക്. ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. പിക്കപ്പ് വാനിൽ തൊഴിലാളികൾ സമീപത്തെ പറമ്പിൽ ചക്കയിടാൻ പോയ സമയത്തായിരുന്നു അപകടം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. BMPC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയ റോഡിൽ വളവുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യതയുള്ളതായും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ബ്രോഷർ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശനം ചെയ്തു. പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. 24, 25, 26 തീയതികളിലായാണ് തിരുനാൾ. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരനായ ജെയ്സൺ വടക്കൂട്ട്, പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളായ CV സേവിയർ, ലെസ്ലി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച മുതൽ ടോൾ പ്ലാസകളിൽ നേരിട്ട് പണം സ്വീകരിക്കില്ല. ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസകളിൽ എത്തുന്നവർക്ക് UPI വഴി പണമടയ്ക്കാം. എന്നാൽ ടോൾ ഫീസിന്റെ 1.25 മടങ്ങ് തുക അധികം നൽകേണ്ടിവരും. ടോൾ ഗേറ്റുകളിൽ നീണ്ട നിര ഒഴിവാക്കുകയും ഗതാഗതം കൂടുതൽ സുഗമമാക്കുകയും ലക്ഷ്യമിട്ടാണ് നീക്കം. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 4 ദിവസമായി ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ. ഇതേ തുടർന്ന് ട്രാക്കിലെ ട്രെയിനുകൾ മറ്റു ട്രാക്കിലേക്ക് മാറ്റിയപ്പോൾ ഓവർബ്രിഡ്ജ് ഇല്ലാത്തതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. വിവരം അധികൃതരെ അറിയിച്ചിട്ടും റെയിൽവേ അധികൃതർ മൗനത്തിലാണെന്ന് യാത്രക്കാർ പറയുന്നു. ഇവിടെ ഓവർബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ചെവിക്കൊള്ളുന്നില്ലെന്ന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി സെക്രട്ടറി K ശശിധരനും യാത്രക്കാരനായ മുഹമ്മദ് കുട്ടിയും പറഞ്ഞു. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിൽക്കുന്നതുകൊണ്ട് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും അസൗകര്യമാകുന്നതിനാൽ 2-ാം നമ്പർ റോഡിലെ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ലൈനിലാണ് ഡൗൺ ലൈൻ നിൽക്കുന്നത്. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ദുഷ്കരമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് ഈ സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്. ഈ സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് പുസ്തകത്തിൽ
10-45 പരാതികൾ ഈ അടുത്ത കാലത്ത് തന്നെ യാത്രക്കാർ എഴുതിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ജില്ലയിൽ 2839 പോളിംഗ് ബൂത്തുകൾ. തൃശൂരിൽ കിറ്റ് വിവാദം. അഞ്ചരിച്ചിറയിലെ അച്ചാർ കമ്പനിയിൽ വിതരണത്തിനായി തയ്യാറാക്കിയ 700ഓളം കിറ്റുകൾ LDF പ്രവർത്തകർ പിടികൂടി. തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് നീങ്ങുന്നു. പറമേക്ക വിഭാഗം ഒരുക്കുന്ന മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് നടന്നു. തൃശൂരിന്റെ ആത്മീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. വിടവാങ്ങിയത് രക്തദാനം ജനകീയമാക്കിയ വൈദികൻ. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായി ചുമതലയേറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ. മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ